എല്ലാവർക്കും ടു റിലീഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ചാനൽ 4K എത്തിയിരിക്കുന്നു. അതിൻ്റെ സന്തോഷം എല്ലാവരോടും അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഇന്ന് നമ്മൾ പറയുന്നത് നാഗദോഷത്തെ പറ്റിയാണ്, അതിൻ്റെ പരിഹാര മാർഗങ്ങളും. സർപ്പദോഷം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ശിവനും മഹാവിഷ്ണുവുമെല്ലാം സർപ്പങ്ങളുമായി ബന്ധമുള്ളവരാണ്. ശിവൻ്റെ കഴുത്തിൽ സർപ്പമുണ്ട്. മഹാവിഷ്ണു ശയിക്കുന്നത് ഇതിലാണ്. സർപ്പദോഷമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാകും. സർപ്പദോഷങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഏതെല്ലാം നാളുകൾക്ക് വരുന്നു, പരിഹാരം എന്നെല്ലാം നമുക്ക് നോക്കാം. സർപ്പദോഷം വരുന്നത് മുൻജന്മത്തിൽ നമ്മളോ പൂർവികരോ ചെയ്ത പാവങ്ങൾ കാരണമാകാം. ഈ ദോഷമുണ്ടായെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ത്വക്ക് രോഗങ്ങൾ. ത്വക്ക് രോഗങ്ങൾ വരാൻ സയൻസ് പ്രകാരം പല കാരണങ്ങളുമുണ്ട്. ഇതല്ലാതെ കാരണങ്ങളിലൊന്നാണ് സർപ്പദോഷം. പാണ്ടോ ഇതുപോലെ ഉള്ള പാടുകളോ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് നന്നായി ഉറക്കം വരാത്ത അവസ്ഥ. ഇതല്ലെങ്കിൽ ഉറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണർന്ന് പിന്നീട് ഉറക്കമില്ലാത്ത അവസ്ഥ. പേടിപ്പെടുത്തുന്ന രീതിയിൽ സർപ്പങ്ങളെ തുടർച്ചയായി സ്വപ്നം കാണുന്നത്, വീട്ടിലും ദേഹത്തും സർപ്പങ്ങൾ ഇഴയുന്നതായി സ്വപ്നം കാണുന്നതും ഇങ്ങനെ കാണുന്നതും ഒരു സൂചന തന്നെയാണ്. സർപ്പദോഷമുള്ള വീടുകളിൽ താമസിച്ചാൽ അകാല മൃത്യുവിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥ വരും. സഹോദരങ്ങൾ തമ്മിൽ എന്നും കലഹമായിരിക്കും. ഇത് പ്രധാന ലക്ഷണം തന്നെയാണ് നാഗദോഷത്തിൻ്റെ. വന്ധ്യത സർപ്പദോഷം കൊണ്ടുണ്ടാകാം. വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ. സന്താന ലംബതിക്കായി ചെയ്യുന്ന വഴിപാടുകൾ ഫലം കാണാതെ പോകുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ്. നിത്യജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദുഃഖം, തൃപ്തിയില്ലായ്മ എല്ലാം നാഗദോഷം കൊണ്ടുണ്ടാകും. സന്തോഷം അനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും അവസ്ഥയില്ലാതെ വരുന്നു. വിവാഹ തടസ്സം, ഒറ്റപ്പെട്ട അവസ്ഥ എന്നിവയെ ലക്ഷണങ്ങളായി വരുന്നു. എന്നാൽ ജന്മനാ നാഗദോഷം വരാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അത്തം, തൃക്കട്ട, രോഹിണി, പൂരുരുട്ടാതി, പൂയം, വിശാഖം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് നാഗദോഷവും സർപ്പദോഷവും വരാനുള്ള കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാർ. ഇത് ജാതകവശാൽ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ജീവിത ദുഃഖങ്ങൾക്ക് കാരണം നാഗദോഷം തന്നെയാണോ എന്ന്. ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന മാർഗം, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പുറ്റും മുട്ടയും വാങ്ങി മണ്ണാറശാല അമ്പലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് വെള്ളിയിലോ സ്വർണത്തിലോ ആകാം. കൂടാതെ ആയില്യം നാളിൽ വീടിനടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പൂജയോ വഴിപാടുകളോ നടത്താം. മഞ്ഞൾ വഴിപാട്, പൂക്കല സമർപ്പണം, നൂറും പാലും എന്നിവയെല്ലാം സർപ്പങ്ങൾക്ക് ചേർന്ന വഴിപാടുകളാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാഗദോഷങ്ങൾക്കുള്ള പരിഹാരമാവുകയും നാഗദോഷം മാറിക്കിട്ടുകയും ചെയ്യും.